ഹായ് ഹലോ, ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അനാമിക വരുന്നത്. ഓഹോ, ഈ ശവത്തിൻ്റെ മുഖം കണ്ടോണ്ടാണല്ലോ ഇനി ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്. വിശന്നിട്ട് വയ്യ, അല്ലെങ്കിൽ പിന്നെ വന്ന് കഴിക്കാമായിരുന്നു. എന്തായാലും ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ടേബിളിനരികിൽ വന്ന് നവ്യ മെയിൻ ചെയ്യാതെ ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട നവ്യ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. അത് കണ്ടതും അനാമിക ചോദിക്കും, എന്താ എന്നിങ്ങനെ നോക്കുന്നത്? നീയും കഴിക്കുന്നത് ഭക്ഷണം തന്നെയല്ലേ, എനിക്കിവിടുന്ന് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇത് കേട്ടതും നവ്യ പറയും, ഞാൻ നിന്നോട് പറഞ്ഞോ ഇവിടുന്ന് കഴിക്കേണ്ടെന്ന്? എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് എണീറ്റു പോകൂ എന്ന് അനാമികയോട് പറയുന്നുണ്ട്. ഓഹോ, നന്നായി പോയി എന്ന് അനാമികയും പറയാണ്. അങ്ങനെ അനാമികയും നവ്യ മെയിൻ ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മുത്തശ്ശി ഇവിടേക്ക് വരുന്നുണ്ട്. രണ്ടാളും ഭക്ഷണം കഴിക്കാനോ? നവ്യെ, നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. എപ്പോഴും ഇതുപോലെ ഒന്നും കഴിക്കാതെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ തന്നെ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അനാമിക ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. എന്താ മോളെ അനാമികയെ, നിനക്കും കഴിക്കാട്ടോ, ഇങ്ങനെയൊക്കെ വിശേഷം ഉണ്ടായി കഴിഞ്ഞാലേ ഇതിലപ്പുറം മുത്തശ്ശി നിന്നെ കെയർ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടതും നവ്യ പറയും, എങ്ങനെ വിശേഷം ഉണ്ടാവാനാണ്? അവളുടെ ഭർത്താവിന് വേണ്ട, അവളെ വേണ്ട, പിന്നെ എങ്ങനെ ഉണ്ടാവാനാണെന്ന് അനാമിക കേൾക്കാൻ പാകത്തിന് പറയണം കേട്ടോ. ഇത് കേട്ട നവ്യയോട് വീണ്ടും അനാമിക പറയും, ഓഹോ, നിന്റെ ഭർത്താവ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, ഇത് അയാളുടെ കുഞ്ഞാണെന്ന് എനിക്ക് പോലും സംശയമുണ്ട്, പിന്നെ അഭിയേട്ടനുണ്ട് എന്ന് പറയുമ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എണീക്കാണ്. എച്ചിൽ കൈയാണെന്ന് നോക്കിയില്ല, കാരണം വിശി, ഞാൻ അങ്ങ് ഒന്ന് തരും എന്ന് പറയാൻ. എന്താ കുട്ടികളെ ഇത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എന്തിനാ ഇങ്ങനെ വഴക്കൂടുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി, ഇവൾ പറഞ്ഞത് കേട്ടോ, എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞ് ഇവിടുത്തെ അഭിയുടേതല്ലെന്ന് മറ്റാരുടേതാണെന്ന് അത് തീരുമാനിക്കണം ഇവളാണോ? ഇവൾ ഇങ്ങനെ അനാവശ്യം പറയുകയാണെങ്കിൽ മുത്തശ്ശി തീർച്ചയായും ഇവളുടെ മുഖത്ത് ഞാൻ അടിക്കും. എൻ്റെ അനിയത്തി നന്ദു അടിച്ച പോലെ ആയിരിക്കില്ല, പിന്നെ അത് ഇവൾ ഒരിക്കലും എണീക്കാൻ പോവില്ല എന്നെല്ലാം പറഞ്ഞ് നവ്യ അവിടുന്ന് കൈ കഴുകി എണീറ്റ് പോവാണ്. അനാമികയോട് മുത്തശ്ശി പറയുന്നത്, എന്താ കുട്ടി നീ അങ്ങനെയൊക്കെ സംസാരിക്കാമോ? എന്ത് വർത്തമാനാ, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും തല താഴ്ത്തി അനാമിക ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ നവ്യാണെങ്കിലോ നയനയോട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാണ്. അങ്ങനെ അനാമികയുടെ കാര്യവും പറയുന്നുണ്ട്. ഇത് കേട്ട അനാമിക ഫോണിലൂടെ പറഞ്ഞ് കാണുമ്പോൾ, ഓ, ചേച്ചിയും അനിയത്തിയും കൂടെ കുറ്റം പറയാണല്ലേ? എന്താ എന്നെക്കുറിച്ച് പറഞ്ഞ് രസിക്കാനോ? ആടി, നിന്നെക്കുറിച്ച് പറഞ്ഞ് രസിക്കാണ്. നീ ഇവിടുന്ന് പോയിട്ട് വേണം എൻ്റെ അനിയത്തി നന്ദുവിനെ ഇവിടേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ, അതിനു വേണ്ടി കാത്തിരിക്കാണ് അനിയും എന്ന് കൊള്ളിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ നവ്യ. ഇത് കേട്ടത് അനാമിക പറയാണ്, ഓഹോ, ഞാൻ ഇവിടുന്ന് പോകുമെന്ന് നിങ്ങളെ ചേച്ചിയും അനിയത്തിമാരും അങ്ങനെ കരുതേണ്ട, ഞാൻ ഒരിക്കലും പോകുന്നില്ല. ആ അനിയില്ലേ, അവൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ അനന്തപുരിയിൽ നിന്ന് പോകുമെന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളുടെ നന്ദുവിൻ്റെ കഴുത്തിൽ ഒരിക്കലും അനിയുടെ താലി വന്ന് വീയിലടി, അതിനു മുമ്പേ അവളെ അങ്ങ് തട്ടിക്കളയും എന്ന് പറയാം. ഇത് കേട്ടതും നവ്യ പറയും, ഓഹോ, നീ അങ്ങ് വന്നാൽ മതി, നീ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ തട്ടിക്കളയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നീയും നിൻ്റെ അച്ഛനും പാലിൽ വിഷം ചേർത്തിയും നീയും നിൻ്റെ അമ്മയുമാണ്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒരിക്കലും ഞങ്ങളത് ഏൽക്കില്ല, കാരണം ഞങ്ങളുടെ ഭാഗത്ത് ദൈവമുണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇത് കേട്ടതും നവ്യയുടെ ദേഷ്യം മൂത്തോണ്ട് തന്നെ അനാബിയെ പിടിച്ച് ഒറ്റ തള്ളു വെച്ചു കൊടുക്കാട്ടോ. അവളാണെങ്കിൽ പുറകിലോട്ട് മറിഞ്ഞ് വീയാണ്, കട്ടിലിൽ ചെന്നിടിച്ച് താഴേക്ക് വീയാട്ടോ. വയറ് പൊത്തിപ്പിടിച്ചോടെ തന്നെ നവ്യ അലറി വിളിക്കാണ്. അനാബിക പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാട്ടോ. ആദ്യം ഓടി വന്നത് അവിടേക്ക് ദേവയാനാണ്. എന്ത് പറ്റി മോളെ, എന്താ ഇത്? അയ്യോ വല്യമ്മ, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറി, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, എനിക്ക് വയ്യ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ്. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നവ്യെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാടോ. അതിനിടയിൽ ചോദിക്കുന്നുണ്ട് അബിക്കും. അപ്പോഴേക്ക് ദയ തോന്നുന്നുണ്ട് കേട്ടോ, കാരണം അവളുടെ വയറ്റിൽ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ കുഞ്ഞാണെന്ന് അബിക്കും അറിയാം. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിയപ്പം നവ്യയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മനസ്സിലാക്കാണ്, അബി മനസ്സിലാക്കുന്നുണ്ട്. അനാമികയും അമ്മയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നവ്യയെ പിടിച്ച് തള്ളിയത് അപ്പോൾ ഈ എരണം കെട്ടവൾ തന്നെയാണ്. എൻ്റെ കുഞ്ഞെന്ത് പിഴിച്ചു? നവ്യെ, എനിക്ക് വെറുപ്പൊക്കെ തന്നെയാണ്, പക്ഷേ അവളുടെ വയറ്റിൽ വളർത്ത എൻ്റെ കുഞ്ഞല്ലേ എന്നോർത്തപ്പോൾ അബിയുടെ ചങ്ക് പിടയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. വല്ലാതെ പെയിനാണ് നവ്യക്ക്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അധികം വളർച്ചയൊന്നും എത്തിയിട്ടുണ്ടാവില്ല, ആരും പ്രതീക്ഷ വെക്കേണ്ട എന്ന് പറയാണ്. ഇത് കേട്ടതും അബിക്ക് വല്ലാതെ സങ്കടമാവുന്നു കേട്ടോ.
തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണ് ജീവൻ പോകുന്നത്. അതും ആ അഭിരാമി കാരണം. നവ്യയെ കൊല്ലാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ആപത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അഭി. അതുകൊണ്ട് തന്നെ അനാമികയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അനാമിക അമ്മയോട് സംസാരിച്ച് നിൽക്കാണ്. എടി നിർത്തടി നിന്റെ ഫോൺ വിളി. നീയും നിന്റെ അമ്മയും ചെയ്ത ചെയ്തികളൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചത് എനിക്കന്ന് നവ്യയോട് വെറുപ്പായിരുന്നു. പക്ഷേ ആ സത്യം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞാണ്, എൻ്റെ രക്തമാണ്. ആ കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയത്. നിന്നെ ഞാൻ വെറുതെ വിടില്ലതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിലിങ്ങനെ കുത്തിപ്പിടിക്കാനുണ്ടോ. ഇത് കണ്ട അനാമിക വിട് വിട്, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അതെ, നീയാഴി അവളെ പിടിച്ച് തള്ളിയത്. എനിക്കെല്ലാം മനസ്സിലായത്. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അഭി അടിക്കുന്നുണ്ട്. ഈ സമയം ജലജ അങ്ങോട്ട് പോയി, എന്താണ് നീ കാണിക്കുന്നത്? അമ്മേ, ഇവളുണ്ടല്ലോ, ഇവളാണ് നവ്യയെ പിടിച്ച് തള്ളിയത്. അതിന് എന്തു വേണം? നമുക്ക് നന്നായില്ലേ ഉള്ളൂ. അവളങ്ങ് ജീവൻ പോയാൽ നിനക്ക് നല്ല പണക്കാരി പെൺകുട്ടികൾ നിന്റെ പുറകെ ഉണ്ടാവും. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾ ജീവൻ പോകുന്നതില്ല, എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. ആ രക്തം ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്ത് നേടാനാണ്? അമ്മ, ആ കുഞ്ഞിനോട് പോലും നിങ്ങൾക്ക് ദയയില്ലേ എന്ന് ചോദിക്കാണ്. ആഹാ, എൻ്റെ മോന് വല്ലാതങ്ങ് മാറിയല്ലോ. എന്ത് പറ്റി നിനക്ക്? അവൾ വല്ല കൈവിഷവും തന്നോ? ഓ, നീ ഇങ്ങനെ മാറില്ല അമ്മേ. എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലേ. അതിങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടമാവുന്നു എന്ന് പറയണേ. എന്നാലേ എടാ മോനെ, അത്ര സങ്കടമൊന്നും വേണ്ട. നിനക്ക് വേറെയും പെണ്ണ് കിട്ടുമെന്ന് ജലജ അഭിയോട് പറയണം. എന്നാൽ അഭിയുടെ മനസ്സിൽ അവളോടും കുഞ്ഞിനോടൊക്കെ സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. അഭിയുടെ കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുതെന്ന് ആ സമയം അഭി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നവ്യയുടെ അവസ്ഥ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ തന്നെ അവൻ്റെ പ്രാർത്ഥന പാലിച്ചു. അവൻ്റെ നവ്യക്കോ കുഞ്ഞിനും ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ വന്ന് പറയുന്നു. കുറച്ച് റെസ്റ്റ് വേണ്ടി വരും, ഇനി ബെഡ് റെസ്റ്റ് തന്നെ മതിയാവും. ഒരിക്കലും നവ്യയെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റിയ കുറച്ച് ദിവസങ്ങളും കൂടെ ഇങ്ങനെ പോയാൽ കുഞ്ഞിനെ നോർമൽ ഡെലിവറി ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴാണ് അഭിക്ക് ആശ്വാസമാവുന്നത് കേട്ടോ. ആദ്യമായിട്ട് അവൾ നവ്യയുടെ അടുക്കൽ വന്ന് നീ ഇനി ഒന്നും ചെയ്യേണ്ട, നിനക്കും കുഞ്ഞിന് ഒരാപത്തും വരാൻ പാടില്ല എന്നൊക്കെ അവൾ തൊട്ട് പറയുമ്പോൾ അവൻ്റെ സ്നേഹം സത്യമാണോ അതോ കള്ളമാണെന്ന് മനസ്സിലാവാതെ നവ്യ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സീനും കാണിച്ചാണ് കേട്ടോ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നല്ലൊരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു. അഭി തെറ്റുകളൊക്കെ മനസ്സിലാക്കി തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ.